മാംഗല്യം. എങ്ങോട്ടാ നിങ്ങൾ രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നത്? തന്റെ കാതിന്റെ അരികിൽ വന്നു നിന്ന് മുരളുന്നത് പോലെ നയോമി ചോദിച്ചപ്പോൾ നിർമ്മലയുടെ ഉടൽ ഒന്നാകെ വെട്ടിവിറച്ചു. മോളെ, ഞാൻ കിച്ചൺ വരെ. നിർമ്മല എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു പരാജയപ്പെട്ടതുപോലെ നിന്നു. അച്ഛനെ വിളിച്ചോ? ഞാൻ വിളിച്ചു. അച്ഛൻ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിലാണ്. അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നയോമി അമർത്തി മൂളിയതും നിർമ്മല ധൃതിയിൽ മുന്നോട്ട് നടന്നു. അവരുടെ ബെഡ്റൂമിൽ കയറി വാതിലടച്ച് ലോക്ക് ചെയ്തു. അതിനുശേഷമാണ് അവർക്ക് ശ്വാസം നേരെ വീണത്. നയോമിയാണെങ്കിൽ ഇനിയും തീരാത്ത അമർഷത്തോടെ ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഏകദേശം അരമണിക്കൂറോളം സമയം പിന്നിട്ട ശേഷമാണ് വിശ്വനാഥന്റെ കാറ് ആ കോമ്പൗണ്ടിലേക്ക് വന്നു നിന്നത്. കാറ് തുറന്ന ധൃതിയിൽ അയാൾ ഓടിയിറങ്ങി വീട് ലക്ഷ്യമാക്കി കുതിച്ചു. അയാളുടെ വിരലുകൾ പലതവണ ആവർത്തിച്ചാവർത്തിച്ച് കോളിംബെല്ലിൽ അമർന്നു. നിർമ്മലയെക്കുറിച്ച് ഓർക്കെ അയാൾക്ക് നേരിയ രീതിയിൽ ഭയം തോന്നുന്നുണ്ടായിരുന്നു. കാര്യം ദേഷ്യം വന്ന നയോമിയെ ഏറെ ഭയക്കണം. എന്തു വേണമെങ്കിലും ചെയ്തു കളയും. കൊല്ലാൻ പോലും മടിക്കില്ലവൾ. വാതി തുറന്ന് വിശ്വനാഥനെ മുന്നിൽ കണ്ടതും നയോമിക്കുള്ളിൽ നേരത്തെ തണുപ്പ് പടരും പോലെ തോന്നി. അവൾ ഓടിച്ചെന്ന് അയാളുടെ നെഞ്ചിലേക്ക് വീണു. എന്താ മോളെ, എന്താണ് പറ്റിയത്? വിശ്വനാഥൻ പരമാവധി താൻ അവൾക്കൊപ്പമാണെന്ന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചു തുടങ്ങിയത്. സത്യം പറഞ്ഞാല് ജഗന്റെ വിവാഹാലോചന മുടങ്ങിപ്പോയത് നിർമ്മലയ്ക്കും വിശ്വനാഥനും ഒരു തരത്തിൽ സന്തോഷം തന്നെയായിരുന്നു. ഉള്ളുകൊണ്ടവർ സന്തോഷിച്ചു വരുന്ന സമയമായിരുന്നു ഇത്. ഇനി പതിയെ ജഗൻ ജാൻവിയുമായി ഒരു കുടുംബജീവിതം നയിക്കുന്നുവെന്ന് കാണുന്ന സാഹചര്യത്തിൽ നയോമിയെ പറഞ്ഞു മനസ്സിലാക്കി മന്ത്രിയുടെ മകൻ ആദർശിനൊപ്പം നയോമിയെ ചേർത്ത് വെക്കാമെന്നായിരുന്നു വിശ്വനാഥന്റെ മനസ്സിൽ. എന്താ മോളെ, എന്താ പ്രശ്നം? അമ്മ പെട്ടെന്ന് വിളിച്ചിങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അച്ഛാ, ആ ജഗനെയും ജാൻവിയും ഇന്ന് ഞാൻ ഷോപ്പിംഗ് മാളിൽ വെച്ച് കണ്ടു. രണ്ടും കൂടെ കൊഞ്ചിക്കൊഴഞ്ഞൊട്ടിയൊട്ടി നടക്കുന്നു. അവരിപ്പോ നല്ല സ്നേഹത്തിലാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല അവരുടെ ജീവിതം. മോളെ, ഇനി നമ്മളായി വെറുതെ അവർക്ക് പിന്നാലെ നടന്ന് ഒരു സീൻ ഉണ്ടാക്കണോ? അവർക്കിഷ്ടമുള്ള പോലെ നടക്കട്ടെ. നമുക്ക് നമ്മുടെ സമാധാനമല്ലേ വലുത്. നീ ജഗനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. ഞാനതിന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ പന്തൽ വരെ എത്തി മുടങ്ങിപ്പോയ ആ വിവാഹത്തിൽ ഇനി അച്ഛൻ എന്ത് ചെയ്യാൻ കഴിയും? അച്ഛൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം. എങ്ങനെയെങ്കിലും ജഗനെയും ജാൻവിയും വേർപിരിക്കണം. രണ്ടും തല്ലിപ്പിരിഞ്ഞ് രണ്ടു വഴിക്കാകണം. അതിനുവേണ്ടി അച്ഛൻ എന്റെ കൂടെ നിൽക്കില്ലേ? നയോമി ഒരുതരം ഉന്മാദം ബാധിച്ചവളെ പോലെ വിശ്വനാഥന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചപ്പോ അറിയാതെ തലയനക്കാൻ മാത്രമേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. നോക്കച്ചാ, എത്രയും പെട്ടെന്ന് എന്റെ ജഗനെ എനിക്ക് മാത്രമായി കിട്ടിയിരിക്കണം. ജഗനോടുള്ള പ്രണയം ഭ്രമം പോലെയായി വല്ലാത്തൊരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് നയോമി. വിശ്വനാഥനും അത് മനസ്സിലായി. ഇങ്ങനൊരു സാഹചര്യത്തിൽ അവളോട് എതിർത്ത് പെരുമാറുന്നത് യുക്തിയല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വിശ്വനാഥൻ താൻ അവൾക്കൊപ്പമാണ് എന്ന രീതിയിൽ തന്നെ പെരുമാറി തുടങ്ങി. മോളെ, പക്ഷെ അച്ഛന് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും? ജഗനെയും ജാൻവിയും തമ്മിൽ അകറ്റാൻ വിശ്വനാഥൻ തനിക്ക് മുൻപിൽ മറ്റു വഴികളൊന്നുമില്ല എന്നേ അർത്ഥം. നയോമി വിശ്വനാഥന്റെ നേർക്ക് രൂക്ഷമായി നോക്കി. നോക്കച്ച, അച്ഛനത്ര നല്ലവനൊന്നുമല്ലെന്ന് എനിക്കറിയാവുന്ന കാര്യമാണ്. മുൻപും പലരെയും ഇരു ചെവി അറിയാതെ അച്ഛനെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അധികാരം ലഭിക്കാനും പറ്റും പലതിന്റെ പേരിലും. അതുകൊണ്ട് ആരും ശ്രദ്ധിക്കാത്ത തരത്തിൽ ഒരാക്സിഡന്റോ എന്തെങ്കിലും ഉണ്ടാക്കി ജാൻവിയെ ജഗന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അടർത്തി മാറ്റിയിരിക്കണം. അവളുടെ വെള്ള പുതച്ച ശരീരം എനിക്ക് കാണണം. അവൾ ഇല്ലാതായാൽ ഉറപ്പായും ജഗൻ എന്നിലേക്ക് തന്നെ മടങ്ങി വരും. മോളെ, പക്ഷേ വിശ്വനാഥൻ എന്തോ ഒഴിവ് പറയാൻ തുടങ്ങിയതും നയോമി കൈയുയർത്തി അയാളെ തടഞ്ഞു. നോക്കച്ച, ഒരാഴ്ച, ഇന്നേക്ക് കൃത്യം 7-ാം ദിവസം ജാൻവിയുടെ മരണവാർത്ത എന്റെ ചെവിയിലെത്തിയിരിക്കണം. നയോമി അത് പറഞ്ഞപ്പോൾ വിശ്വനാഥൻ അവളെ നോക്കി അനുസരണയോടെ തല കുലുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് നയോമി ധൃതിയിൽ മുകളിലെ അവളുടെ മുറിയിലേക്ക് പോയി. വിശ്വനാഥൻ ആദ്യം പോയത് അടുക്കളയിലേക്കാണ്. അയാൾ പ്രതീക്ഷിച്ചു നിർമ്മല അവിടെ ഉണ്ടാകുമെന്ന്. അവിടെയൊന്നും അവരെ കാണാതായതോടെ അയാൾ നേരെ ബെഡ്റൂമിന്റെ വാതിലിൽ തട്ടി. അകത്ത് പരിഭ്രമിച്ചിരുന്ന നിർമ്മല പുറത്ത് തട്ടുന്നത് വിശ്വനാഥനാണെന്നറിയാതെ കൂടുതൽ പേടിയോടെ അലമാരയുടെ ഇടയിലേക്ക് നീങ്ങി നിന്നു. നിർമ്മലേ, വാതിൽ തുറക്ക്. ഇത് ഞാനാ, വിശ്വൻ. അയാളുടെ ശബ്ദം കാതിൽ പതിഞ്ഞപ്പോ ആശ്വാസത്തോടെ ഓടിപ്പോയി നിർമ്മല വാതിൽ തുറന്നു.
ശേഷം ധൃതിയിൽ വലിച്ച് അയാളെ അകത്തേക്ക് കയറ്റി. പിന്നെ പെട്ടെന്ന് തന്നെ വാതിലടിച്ച് കുറ്റിയിടുകയും ചെയ്തു. നീ എന്തൊക്കെയാ നിർമ്മലി കാണിക്കുന്നത്? വിശ്വനാഥൻ ചോദിച്ചപ്പോ നിർമ്മല അയാളുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. അവരുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ശരീരം ഭയം കൊണ്ട് ചെറുതായി വിറച്ചു. എന്റെ വിശ്വേട്ട, നയോമിയുടെ രൂപവും ഭാവവും ഒക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. ഞാൻ കരുതി അവൾ എന്നെ എന്തെങ്കിലും ചെയ്തു കളയൂന്ന്. എങ്ങനെയോ ഒരുവിധം ഓടി ഈ മുറിക്കകത്ത് കയറി കുറ്റിയിട്ടതാണ് ഞാന്. നമ്മളിനി എന്ത് ചെയ്യും വിശ്വേട്ട? ആകെയുള്ള ഒരു മകൾ, അതാണെങ്കിൽ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയില്. ഈശ്വര, ഇതെന്തൊരു വിധിയാണ്. നിർമ്മല ആരോടെന്നല്ലാതെ പരിതപിച്ചു. അതൊക്കെ പോട്ടെ, വിശ്വേട്ടനോട് സംസാരിച്ചോ? വിശ്വനാഥൻ നയോമിയുമായി സംസാരിച്ച കാര്യങ്ങളെല്ലാം നിർമ്മലയ്ക്ക് പറഞ്ഞു കൊടുത്തു. വിശ്വട്ട, ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ അതിനെതിർത്തൊന്നും പറയാതെ സമ്മതിച്ചു തരുമോ? ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷമാണ് നിർമ്മല വിശ്വനാഥന് നേർക്ക് അങ്ങനൊരു ആവശ്യം ഉന്നയിച്ചത്. ആദ്യം നീ കാര്യം പറയും നിർമ്മലേ, എങ്കിലല്ലേ സമ്മതിച്ചു തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റൂ. അത് പിന്നെ വിശ്വട്ട, എന്തൊക്കെ പറഞ്ഞാലും നമുക്കാകെ ഒരു മകളേ ഉള്ളൂ. അവളുടെ ജീവിതം ഇങ്ങനെ എങ്ങും എത്താതെ നടക്കുന്നത് കാണുമ്പോൾ എനിക്കും വല്ലാത്ത വിഷമമുണ്ട്. തൽക്കാലം മന്ത്രിയുടെ മകന്റെ ആലോചനയൊക്കെ വേണ്ടെന്ന് വെക്കാം നമുക്ക്. എന്നിട്ട് എങ്ങനെയെങ്കിലും നയോമിക്ക് ജഗനെ നേടിക്കൊടുക്കണം. എനിക്കറിയാം അവൾ മനസ്സിൽ ഉദ്ദേശിച്ചത് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവളാണെന്ന്. ഇനിയൊരു പക്ഷേ ജഗനെ ഭർത്താവായി ലഭിച്ചില്ലെങ്കിൽ നമ്മളെ കൊന്നുകളയാൻ പോലും അവൾ മടിക്കില്ല. എന്തിനാ വിശ്വേട്ടാ നമ്മൾ കടുംപിടുത്തം പിടിക്കുന്നത്? അവളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. എടോ, താനീ പറയും പോലെ അതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? അവനൊരു ACP ആണ്. താനും തന്റെ മകളും ആവശ്യപ്പെടുന്നത് അവന്റെ ഭാര്യയെ എന്നേക്കുമായി ഇല്ലാതാക്കണമെന്നാണ്. കാര്യതിനു മുമ്പും ഞാൻ ഇങ്ങനെ പല കളികളും കളിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ തീർത്തും സാധാരണക്കാർ എന്ന് വെച്ചാൽ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരായിരുന്നു എന്റെ ഇരകൾ. പക്ഷെ ഇതതുപോലല്ല. ജാൻവിക്കെതിരെ എന്റെ ഭാഗത്തു നിന്നോ ഞാനല്ലെങ്കിൽ ഞാൻ അയക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നോ ഒരു അക്രമം ഉണ്ടായാൽ ഉറപ്പായും കുറ്റം തെളിയിക്കപ്പെടും. അതെത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും നമ്മളിലേക്ക് തന്നെ വന്നെത്തും. ചിലപ്പോൾ ഞാനും താനും നമ്മളുടെ മകളുമടക്കം എല്ലാവരും ജയിലിൽ പോകേണ്ടി വരും. നോക്കേട്ട, ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളാ. ഒരിക്കലും ഇതിന്റെ ഒന്നും തുമ്പ് നമ്മളിലേക്ക് എത്താത്ത വിധം എന്തെങ്കിലും ചെയ്ത് ആ പെണ്ണിനെ അങ്ങ് ഇല്ലാതാക്ക്. അവൾ ഇല്ലാതായാൽ നയോമി പറഞ്ഞതുപോലെ ജഗൻ ഉറപ്പായും നമ്മുടെ മകളെ അംഗീകരിക്കും. നിർമ്മല കൂടി പറഞ്ഞതോടെ ഇരു മനസ്സുമായി നിന്നും വിശ്വനാഥൻ ഒടുക്കം നയോമിയുടെ ആവശ്യം നിറവേറ്റാൻ തന്നെ തീരുമാനിച്ചു. പിറ്റേന്ന് പുലർച്ചെ പതിവില്ലാത്ത വിധം ആദ്യം ഉണർന്നത് ജാൻവിയാണ്. ഒരു വശം ചെരിഞ്ഞു കിടക്കുന്നവളുടെ ഉടലിനെ ചുറ്റി വിരിഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂട്ടിയാണ് ജഗന്റെ കിടപ്പ്. ഇടയ്ക്കിടയ്ക്ക് കഴുത്തിൽ ഇക്കിളി കൂട്ടുന്ന അവന്റെ താടി രോമങ്ങളും വീശിയും ജാൻവി അവന്റെ കൈപ്പിടിയിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചതും കൂടുതൽ ശക്തിയോടെ അവൻ അവളെ ദേഹത്തേക്ക് വലിച്ചടുപ്പിച്ചു. ജഗൻ, എനിക്ക് എഴുന്നേക്കണം. ജാൻവി അടഞ്ഞ സ്വരത്തിൽ പതിയെ പറഞ്ഞു. വേണ്ട, കുറച്ചു നേരം കൂടി കിടക്ക്. പറ്റില്ല, എനിക്ക് കോളേജിൽ പോണം. അതിനെതിനെ ഇത്ര കാലത്തെ എണീക്കണ്? അത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ജാൻവി എന്തൊക്കെയോ പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചു. അതിന് തനിക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. ഉറക്കപ്പിച്ചിൽ തന്നെയാണ് ജഗൻ പറയുന്നത്. അത് കേൾക്കെ ജാനിക്ക് അല്പം ദേഷ്യം വന്നു. അവളുടെ വയറിനെ ചുറ്റിപ്പിടിച്ചിരുന്ന ജഗന്റെ കൈകൾ ശക്തിയോടെ എടുത്തു മാറ്റിക്കൊണ്ട് എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയവളെ ഒറ്റ വലിക്ക് ജഗൻ അവന്റെ നെഞ്ചിലേക്കിട്ടു. ഛേ, എന്താ ജഗൻ ഈ കാണിക്കുന്നത്? അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ. ഛേ, ജഗൻ എഴുന്നേക്ക്, സമയം ഒരുപാടായി തോന്നുന്നു. എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അത് പറഞ്ഞതും ജഗൻ മെല്ലെ അവളുടെ കൈകളിലെ പിടുത്തു അയച്ചു. ജാൻവി ധൃതിയിൽ ബാത്റൂമിലേക്ക് ഓടിക്കയറി. എന്തോ എപ്പോഴും അവൻ അടുത്തേക്ക് ചെല്ലുമ്പോഴുള്ള അവളുടെ ഒഴിഞ്ഞുമാറ്റം അവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. ഒരുപക്ഷെ താനുമായി അങ്ങനെയൊരു റിലേഷന് താല്പര്യമില്ലാത്തതുകൊണ്ടാവും ജാൻവി എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് എന്ന് അവന്റെ മനസ്സ് ശക്തിയായി വാദിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയൊരു പരിധിയിൽ കൂടുതൽ ജാൻവിയോട് ഇടപഴകേണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ജഗൻ ഉറക്കം എഴുന്നേറ്റത്.
അവൻ എഴുന്നേറ്റ് ബെഡിലിരുന്ന അതേ സമയം തന്നെ ജാൻവി കൈയും മുഖവും തുടച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത്. ജഗൻ അവളെ മൈൻഡ് ചെയ്യാതെ നേരെ ബാത്റൂമിലേക്ക് കയറി. അവളാണെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ചതുപോലും ഉണ്ടായിരുന്നില്ല. ബുക്ക് എടുത്തു വെച്ച് കുറച്ചു നേരം എന്തൊക്കെയോ ഇരുന്നു പഠിച്ചു ജാൻവി. അപ്പോഴേക്കും തന്നെ ജഗൻ കിച്ചണിൽ പോയി ഒരു കപ്പ് കോഫി ഉണ്ടാക്കി അവൾക്ക് അരികിൽ വെച്ചു. പ്രത്യേകിച്ച് ചോദ്യമോ പറച്ചിലോ ഒന്നും തന്നെ ഇല്ലാതെ അതവിടെ വെച്ചുകൊണ്ട് അവൻ നേരെ ലിവിംഗ് റൂമിലേക്ക് നടന്നു. അപ്പോഴും അവൾക്ക് പ്രത്യേകിച്ച് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്തും അതുപോലെ തന്നെയായിരുന്നു ജഗൻ. ജഗൻ എന്നെ ഡ്രോപ്പ് ചെയ്തില്ലേ കോളേജിലേക്ക്? ജാൻവി ചോദിച്ചപ്പോൾ മറുപടിയായി അവന്റെ ഭാഗത്തു നിന്നും ഒരു മൂളൽ മാത്രമാണ് അവൾക്ക് ലഭിച്ചത്. കോളേജിലേക്ക് പോകും വഴി വണ്ടിയിലായിരുന്നു. ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. അത്രയുമൊക്കെ ആയപ്പോഴേക്കും ജാൻവിക്ക് എന്തോ വല്ലായ്മ പോലെ തോന്നി. എന്തു പറ്റി ജഗൻ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ജാൻവി ചോദിച്ചതും ഒന്നുമില്ല എന്നേ അർത്ഥത്തിൽ അവൻ തലവെട്ടിച്ചു. കോളേജിന് മുമ്പിൽ അവളെ ഇറക്കി. അവൾ ഡോറടച്ച ശേഷം ജഗനോട് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ആ കാർ കാറ്റുപോലെ അവൾക്ക് മുന്നിലൂടെ പാഞ്ഞു പോയിരുന്നു. എന്തോ ജഗന്റെ ആ പെരുമാറ്റം ജാനിയെ വല്ലാതെ വിഷമിപ്പിച്ചു. കോളേജിന്റെ മുൻപിലെ മരച്ചുവട്ടിൽ തന്നെ അഭിയും ഇതുവും ഉണ്ടായിരുന്നു. മുഖത്തെ മാറ്റങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ജാൻവി ധൃതിയിൽ അവർക്ക് അടുത്തേക്ക് ചെന്നു. എങ്കിലും പതിവ് ചിരിയും കളിയും ഒന്നുമില്ലാതെ അല്പം ഗൗരവത്തിൽ നടന്നു വരുന്ന അവളെ മിതു ഒരു സംശയത്തോടെ നോക്കി. എന്താടി, നിന്റെ മുഖത്ത് കടന്നൽ വല്ലതും കുത്തിയോ? പെട്ടെന്ന് മിതു അത് ചോദിച്ചപ്പോ ജാനി അറിയാതെ ഇരു കവളിലും കൈവച്ച് തടഞ്ഞു നോക്കി. ഇത് കാണെ അഭിക്ക് നല്ല രീതിയിൽ തന്നെ ചിരി വരുന്നുണ്ട്. അപ്പോഴാണ് ജാൻവിക്ക് മനസ്സിലായത് മിതു ഉദ്ദേശിച്ച ദ്വയാർത്ഥം. ഇവളുടെ നിൽപ്പ് കണ്ടിട്ട് നിന്റെ ഏട്ടൻ കാര്യമായ ഒരു ഡോസ് കൊടുത്ത മട്ടുണ്ടല്ലോ. അഭി തുടർന്നു പറഞ്ഞതും ജാൻവി പിടഞ്ഞു പോയ മിഴികൾ ഉയർത്തി അഭിയെ നോക്കി. എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മിതുവിന് ആദ്യാണ്. ഏയ് ഒന്നുമില്ലടി, ചെറിയൊരു തലവേദന രാവിലെ എഴുന്നേറ്റപ്പോ മുതലുണ്ട്. അതിന്റെ ആകും എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂവരും ക്ലാസ്സിലേക്ക് കയറി. അന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ മിതു ജാനിയെ തന്നെ ശ്രദ്ധിച്ചു. അവൾക്ക് തലവേദനയല്ല എന്ന് ഇതിനോടകം തന്നെ മിതുവിന് മനസ്സിലായി. കാരണം ഒന്ന് രണ്ട് പ്രാവശ്യം തലവേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ജാൻവി വേണ്ട, കുഴപ്പമില്ല, വേദന മാറി എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെയും അവൾ അല്പം മൂടിയായി ഇരിക്കുന്നത് കണ്ടതും മിതു ഊഹിച്ചു ഒന്നുകിൽ ഏട്ടനുമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന്. എന്നാലും അത് അവളോട് നേരിട്ട് ചോദിക്കാനും മിതുവിനെന്തോ വല്ലായ്മ പോലെ തോന്നി. അതേ സമയമാണ് അബി അവർക്കടുത്തേക്ക് വന്നത്. അതെ, ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? രണ്ടുപേരെ നോക്കിക്കൊണ്ടാണ് അബി ചോദിക്കുന്നത്. ഇല്ല, എന്താടാ? അത് പിന്നെ പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ രണ്ടുപേരും വീട്ടിലേക്ക് വാ. അത് ശരിയാ, അതൊരു ഗുഡ് ഐഡിയ. നമുക്ക് ഇന്നിവന്റെ വീട്ടിലേക്ക് പോയാലോ? മിതു ജാൻവിയോട് ചോദിച്ചു. അതാവുമ്പോ നിന്റെ ഈ തലവേദനയും മാറും. അബിയുടെ അമ്മയുടെ കയ്യിൽ നിന്നേ നല്ലൊരു ഏലക്കച്ചായി കുടിച്ചു കഴിയുമ്പോ എല്ലാം ശരിയാകും. മിതു പറഞ്ഞതും ജാൻവി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കി തലകുലി. കോളേജ് കഴിഞ്ഞതും പതിവ് പോലെ അവർ മൂന്നുപേരും അബിയുടെ വീട്ടിലേക്ക് പോകാനായി തിരിച്ചു. ജാൻവിയും മിതു ഓട്ടോയിലും അബി അവന്റെ ബൈക്കിലുമാണ് പോയത്. ക്ലാസ്സിൽ കയറിയപ്പോൾ സൈലന്റിലിട്ട ഫോണാണ് ജാൻവിയുടേത്. സത്യം പറഞ്ഞാൽ അവൾ ജഗനെ വിളിച്ചു പറയുന്ന കാര്യമൊക്കെ മറന്നുപോയി. എന്നാൽ അബിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ജഗന്റെ ഫോണിൽ നിന്ന് ഒരുപാട് തവണ ജാൻവിയുടെ ഫോണിലേക്ക് കോളുകൾ വരുന്നുണ്ടായിരുന്നു. അവൻ കോളേജിലെ പരിസരത്ത് അവിടെ എവിടെയോ ഉണ്ടായിരുന്നു. അവളുടെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാന്ന് പറയാനായിട്ടാണ് ജഗൻ വിളിച്ചത്. എന്നാൽ ജാൻവി ഫോൺ എടുക്കാതായതോടെ ജഗൻ കരുതി അവൾക്കും തന്നോട് എന്തോ ദേഷ്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന്. നിരാശയോടെ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ട് ജഗൻ അതോടൊപ്പം തന്നെ ചില കടുത്ത തീരുമാനങ്ങളും എടുത്തു. അതേസമയം മിഥുവിനൊപ്പം അബിയുടെ വീട്ടിലേക്ക് പോവാണെങ്കിൽ പോലും ജാൻവിയുടെ മുഖത്ത് പഴയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു. മുൻപ് അബിയുടെ വീട്ടിലേക്ക് അവർ പോകുന്നത് പോലും വളരെ സന്തോഷമായിട്ടാണ്. കാര്യം അവർക്കേറെ പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണത്. പറയുമ്പോൾ പലരും പുച്ഛത്തിൽ കോളനി എന്ന് പറയെങ്കിലും ഒരു കൂട്ടം നന്മയുള്ള മനുഷ്യരാണ് അവിടെ താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നത് കൊണ്ട് തന്നെ ഏകദേശം അവരുടെ ചുറ്റുവട്ടത്തുള്ള വീടുകളെല്ലാം ജാൻവിക്കും മിഥുവിനും പരിചയമാണ്. അവർ ചെല്ലുമ്പോൾ തന്നെ
കോളനിയിലെ ഒരുപറ്റം കുട്ടികൾ അവർക്കൊപ്പം കൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും പോകുമ്പോൾ അവർക്കായി എന്തെങ്കിലും കരുതാറുമുണ്ട്. സ്ഥിരം അവർ സാധനങ്ങൾ വാങ്ങുന്ന ബേക്കറി കഴിഞ്ഞുപോയതും മിതു പെട്ടെന്ന് ഓട്ടോ ചേട്ടനോട് വണ്ടിയൊന്ന് നിർത്താൻ ആവശ്യപ്പെട്ടു. ജാനു എപ്പോഴും മറ്റേതോ ലോകത്തിരിക്കുകയാണ്. മിതു പതിയെ ജാനിയുടെ കയ്യിൽ തട്ടി. ജാനി, കുട്ടികൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? നമ്മൾ ചെന്നാ എല്ലാരും പ്രതീക്ഷയോടെ വരില്ലേ? അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ജാൻവിയും അതേപ്പറ്റി ആലോചിക്കുന്നത്. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ വണ്ടിയിൽ നിന്നിറങ്ങി അവിടുത്തെ ആ ബേക്കറിയിലേക്ക് കയറി. കണ്ണിൽ കണ്ട സാധനങ്ങളെല്ലാം കുട്ടികൾക്കും അബിയുടെ വീട്ടിലേക്കും വേണ്ടി വാങ്ങി. രണ്ട് കൈയിലും 2-3 കവറുകളുമായി ഇരുവരും ഓട്ടോയ്ക്കകത്തേക്ക് തിരികെ കയറി. കോളനിയുടെ മുമ്പിൽ ഓട്ടോ നിർത്തി. ഓട്ടോക്കാരന് പൈസയും കൊടുത്ത് ചെറിയൊരു വഴിയിൽ കൂടി കോളനിക്കകത്തേക്ക് നടക്കുകയാണവർ. ദേ ജാൻവി, നിനക്ക് എന്താ പറ്റിയത്? അതറിഞ്ഞേ പറ്റൂ എനിക്ക്. രാവിലെ തൊട്ട് തുടങ്ങിയതാ ഒരുമാതിരി നിരാശാ കാമുകിമാരെ പോലെയുള്ള ഒരു നിൽപ്പും ഇരിപ്പും. എന്താ, ഏട്ടനുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല. പിന്നെന്താ നിന്റെ പ്രശ്നം? മാനസികാന്റി എന്തെങ്കിലും പ്രശ്നത്തിന് വന്നോ? ഇല്ല മിതു, കുഴപ്പമൊന്നുമില്ല. എനിക്കറിയത്തില്ല, എന്തോ മൂഡ് സ്വിംഗ് ആണെന്ന് തോന്നുന്നു. ദേ നോക്ക്, എന്താണെങ്കിലും കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചേ പറ്റൂ. ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ മുഖം വീർപ്പിച്ചു കെട്ടിയിരുന്നാൽ അവര് വിചാരിക്കും കാരണം വേറെ മറ്റെന്തെങ്കിലും ആയിരിക്കുമെന്ന്. വെറുതെ എന്തിനാ അവർക്ക് അനാവശ്യമായ ഒരു സംശയത്തിന് ഇട കൊടുക്കുന്നത്? മീതു പറഞ്ഞത് ജാൻവി അവളെ നോക്കി ചിരിയോടെ തലകുലുക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. പോകുന്ന ഓരോ വഴികളിലെയും വീട്ടിലുള്ളവർ അവരെ നോക്കി ചിരിക്കുകയും വിശേഷങ്ങൾ തിരക്കുകയും ഇത്ര നാളായി എന്താ വരാത്തത് എന്നുള്ള പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവരോടും പുഞ്ചിരിയോടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇരുവരും മുന്നോട്ട് നടക്കുന്നത്. അവർ ചെല്ലും മുമ്പ് തന്നെ അവൻ വീട്ടിലെത്തിയിരുന്നു. വാ, അകത്തേക്ക് കയറി വരൂ. അപ്പൊ ഇരുവരെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോഴേക്കും തന്നെ അവന്റെ അമ്മയും പുറത്തേക്കിറങ്ങി വന്നിരുന്നു. അച്ഛൻ പണിക്ക് പോയിരിക്കുന്നത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല. സുഖല്ലേ മക്കളെ രണ്ടാൾക്കും? അബിയുടെ അമ്മ ചോദിച്ചു. അതെ ആന്റി, സുഖമായിട്ടിരിക്കുന്നു. രണ്ടുപേരെയും അന്ന് ആശുപത്രി വെച്ച് കണ്ടതാ. അതിനുശേഷം പിന്നൊന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ല. അബിയുടെ അമ്മ പരിഭവം പോലെ പറഞ്ഞു. പിന്നെ ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. മോളുടെ വിവാഹം കഴിഞ്ഞതല്ല. ജാൻവിയുടെ നെറുകയിൽ കൂടി തലോടിക്കൊണ്ട് അവർ അവളെ നോക്കി. സാരമില്ല, എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി കേട്ടോ. അബിയുടെ അമ്മ രമ ജാൻവിയെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞതും ജാൻവി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അമ്മേ, നല്ലൊരു സ്ട്രോങ് ചായ ഇട്ടേ. അമ്മയുടെ ഏലക്ക ചായ കുടിക്കാൻ വന്നതാ ഇവൾ. ദാ രാവിലെ തൊട്ട് തലവേദനയാണെന്ന് പറഞ്ഞ് മുഖവും വീർപ്പിച്ച് കെട്ടിയിരിക്കുമായിരുന്നു. അബി ജാനിയുടെ തലയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞത് ജാനി അവന്റെ കൈ പിടിച്ചു വെച്ചു. നിങ്ങൾ ഇരിക്കും മക്കളെ, ഞാൻ ദാ ഇപ്പൊ ചായ എടുക്കാം. അതും പറഞ്ഞുകൊണ്ട് അബിയുടെ അമ്മ അകത്തേക്ക് കയറിപ്പോയതും അവർ 3 പേരും ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ ഇരുന്നു. കഥ വായിച്ചിട്ട് അഭിപ്രായം പറയാതെ പോകല്ലേ. ഒപ്പം കമന്റ് ചെയ്യാനും ലൈക്ക് തരാനും ഒന്നും മറക്കരുത് കേട്ടോ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രം. താങ്ക് യു.